ഇന്ന് മുസ്ലിങ്ങൾക്ക് അള്ളാനെ പേടിയില്ലാത്തവരാരെന്നറിയോ? അള്ളാഹുവിനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ് നമ്മളെ കൂട്ടുകാരനാണ്, അള്ളാഹ് നമ്മളെ സഹായിയാണ്, എല്ലാ കരുണയും കാണിക്കുന്നവരാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹിനെ പേടിക്കാത്ത ഒരു വിവാഹമുണ്ട്. അവർ നിസ്കാരമുള്ളവരാണ്. അവരെ വേറെന്താണ്, ഞാനെപ്പോഴും അള്ളാഹിനെ വിളിക്കുമല്ലേ, നിസ്കരിക്കേണ്ട ആവശ്യം, പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നിസ്കരിക്കുമല്ലേ, നമ്മളെന്തിനാ പേടിക്കുന്നത്? എപ്പോഴും അള്ളാഹിനെ വിളിച്ച് നിസ്കരിക്കുക കാര്യമല്ലേ മക്കളെ? നിങ്ങളെ നിസ്കാരം അള്ളാഹു തആല സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്? അറിയാതെ പണ്ഡിതന്മാർക്ക് ചോദിക്കും. സക്കാത്ത് കൊടുക്കണം. കരക്കാരെ പറ്റിച്ചിട്ടില്ല സക്കാത്ത് കൊടുക്കേണ്ടത്. ഇന്ന് അജികർമ്മം ചെയ്യാൻ പോകുന്നുണ്ട് ആൾക്കാർ. ശരിക്കുള്ള കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മക്കാമദിനയിൽ ആരും ഉണ്ടാവില്ല. ശരിക്കും അജികർമ്മം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോക്ക് നടക്കൂല. നമ്മളെ ചുറ്റുപാടും ഇഷ്ടംപോലെ പാവപ്പെട്ടവരുണ്ട്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരുണ്ട്, കഞ്ഞിക്ക് ഭയമില്ലാത്തവരുണ്ട്, ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാത്തവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ അവരെ ഒന്നും പോയി അന്വേഷിക്കില്ല, ബന്ധുക്കാരടുത്ത് പോയി അറിയില്ല. അജികർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 7 അയൽപക്കത്ത് പോയിട്ട് അന്വേഷിക്കണം. നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ, ഈ പൈസ നിങ്ങൾക്ക് ഞാൻ തരട്ടെ എന്ന് ചോദിക്കുവാണെങ്കിൽ അത് അള്ളാഹിനെ വിശ്വാസം. നിങ്ങൾക്ക് അള്ളാഹിനെ പേടിയില്ല, അള്ളാഹിനെ വിശ്വാസം ഇല്ലാത്തവരാണ് ഈ പണിയൊക്കെ കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഹജ്ജെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്, അത് അവിടെ ചെന്നിട്ട് നമുക്ക് പല പല തെറ്റുകൾ മാഫാക്കി തരുന്ന ഒരു സ്ഥലമാണ്. എന്നാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാഫാക്കി തരുന്നതാണ്. പിന്നെ വന്നിട്ട് നമ്മൾ തെണ്ടിത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡബിൾ ശിക്ഷയാണ്. അതിനേക്കാളും മാഫാക്കി തരുന്നത് എന്താണ്, ഹജ്ജിന് വെച്ചിരിക്കുന്ന പൈസ ഏതെങ്കിലും പാവപ്പെട്ടവർക്കോ അവരുടെ വസ്ത്രത്തിനോ അവരുടെ അസുഖത്തിനുള്ള മരുന്ന് നമ്മൾ ഒരു നേരത്തെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 പ്രാവശ്യം ഹജ്ജ് ചെയ്ത കൂലിയാണ്. നമ്മളെന്താ ഒരു നിസ്കരിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും അവിടെ കുഴഞ്ഞു വീണ് കിടക്കുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച് കിടക്കുവാണ്, ഒരു പട്ടി അവിടെ കിടക്കുവാണ് വെള്ളത്തിന്, നിസ്കാരിച്ച് താമസിച്ചതിൽ കുഴപ്പമില്ല. നിസ്കാരം താമസിച്ചാൽ കുഴപ്പമില്ല, ആ പട്ടീനെ മാറ്റുവാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ ഫലമായി. അതാണ് ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞെത്താണ്, ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എല്ലാ തലം കാണുന്നവരാണ്. അല്ല ചുമ്മാ ഓടിച്ചെന്നിട്ട് നിങ്ങൾ കുറേ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇന്ന് മുസ്ലിങ്ങൾക്ക് അള്ളാഹിനെ പേടിയില്ലാത്തവരാരെന്നറിയോ?